എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും പാചകവാതക സിലിണ്ടറിൻ്റെ സബ്സിഡിയുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പാചകവാതക സിലിണ്ടറുകളുടെ വില അടിക്കടി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് വീണ്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി സഹായം നൽകുവാനായിട്ട് പോവുകയാണ്. ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അശ്വനി വൈഷ്ണവാണ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അടുത്ത മാസങ്ങൾ മുതൽ തന്നെ ഈ ഒരു സബ്സിഡിയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് അതിപ്പോൾ ഇന്ത്യൻ ആയിക്കോട്ടെ, HP, ഭാരത്, ഈ 3 ഗ്യാസ് സിലിണ്ടറുകളിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും സബ്സിഡിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ 30,000 കോടി രൂപയാണ് സബ്സിഡി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സബ്സിഡി വളരെ വൈകാതെ തന്നെ പുനഃസ്ഥാപിക്കുകയാണ്. പുനഃസ്ഥാപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മുൻപ് സബ്സിഡി ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല. ഈ ഒരു ക്രമീകരണവും ചെയ്യാതെ നമുക്ക് മുൻപ് അക്കൗണ്ടിൽ ലഭിച്ചുകൊണ്ടിരുന്നവരാണ് എങ്കിൽ അവർക്ക് ഇപ്രാവശ്യവും തീർച്ചയായിട്ടും ഒരു തടസ്സവും കൂടാതെ തന്നെ സബ്സിഡി പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷകളൊന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യം വരുന്നതല്ല. നമ്മുടെ റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയായിരിക്കും നമുക്ക് ഈ ഒരു സബ്സിഡി തുക വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.